ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സ്ഥിതി അല്പം പരിങ്ങലിലും പരുവക്കേടിലുമൊക്കെയാണ്. ഇനി അവർക്ക് സമീപകാലത്തുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്ത വർഷം കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ BJP അല്ല അവർക്കിവിടെ പ്രധാന ശത്രു അല്ലെങ്കിൽ പ്രധാന എതിരാളി, LDF തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും UDFും മുന്നോട്ട് പോകുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ, ആത്മവിശ്വാസത്തോടെ കൂടി തന്നെ. പക്ഷെ മൊത്തത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ പാർട്ടിയുടെ അവസ്ഥ അത്ര ശോഭനമാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അതേസമയം വിപ്ലവകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഭാവനാപൂർണമായ ചില തീരുമാനങ്ങൾ അത് കൈക്കൊള്ളുന്നതിൽ നിന്നും ഈ പാർട്ടി ആർക്കും തടയാനും പറ്റുന്നില്ല. ചില ഉദാഹരണങ്ങൾ: മെയ് 9 മുതൽ കേരളത്തില് കടലോര യാത്ര നടക്കുകയാണ്. കടൽ മണൽ ഖനനം ചെയ്യുന്നതിന് എതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര. കടലോര പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന കോൺഗ്രസിന്റെ യാത്ര. അപ്പൊ അക്കാര്യത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ജാഥയിലുള്ള സ്ഥിരം അംഗങ്ങൾ, അതുപോലെ ഓരോ ജില്ലയിൽ നിന്നും വരുന്ന സ്ഥിരം അംഗങ്ങൾ അവർ കടപ്പുറത്ത് തന്നെ താമസിക്കണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം യാത്രകൾ നടക്കുമ്പോൾ യാത്ര അവസാനിച്ചാൽ ഏതെങ്കിലും നക്ഷത്ര ഹോട്ടലുകളിലേക്ക് നേതാക്കൾ നീങ്ങുന്ന പതിവായിരുന്നു. ഇവിടെ അതല്ല, കടപ്പുറത്ത് ടെന്റ് കെട്ടി അവിടെ തന്നെ താമസിക്കണം എന്ന നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. കാരണം പകലല്ല ഈ ജാഥാംഗങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അല്ലെങ്കിൽ ബന്ധം വയ്ക്കാനും അവസരം കിട്ടുക. രാത്രിയിലും അവര് ഉണർന്നിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കടപ്പുറത്തുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞെത്തുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന തൊഴിലാളികളുമായിട്ട് അവർക്ക് ആശയവിനിമയം നടത്താൻ പറ്റും, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് കടപ്പുറത്തു തന്നെ അവർ കൂടാരമടിച്ച് താമസിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഇമ്പാക്റ്റ് കൂടി ആയിരിക്കണം. ആ യാത്രക്കാർ തന്റെയൊക്കെ പ്രവർത്തകർക്കൊപ്പം കണ്ടെയ്നറുകളിലാണല്ലോ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് വലിയ മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്നലെ ഡൽഹിയിൽ നടന്ന ഒരു യോഗ തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലെയും അതിന് 3 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും DCC പ്രസിഡന്റുമാരുടെ യോഗമാണ് ഡൽഹിയിൽ നടന്നത്. അവിടെ ചില തീരുമാനങ്ങൾ AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ പ്രഖ്യാപിച്ചു. അത് അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് ശേഷം കോൺഗ്രസ് ഭരണഘടനയുടെ ഭാഗമാകാൻ പോവുകയാണ്. അതിനുശേഷം അത് നടപ്പാക്കാൻ പോവുകയാണ്. ഈ തീരുമാനങ്ങൾ അനുസരിച്ച് കൂടുതൽ അധികാരമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളാവും ഇനി പാർട്ടിക്ക് രാജ്യത്തുണ്ടാവുക. കൂടുതൽ അധികാരം എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ശുപാർശ ചെയ്യുന്നതടക്കമുള്ള അധികാരങ്ങൾ. ഇതുവരെ ഒരിക്കലും ജില്ലാ കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ DCCയിൽ നിന്ന് ഒരു ശുപാർശ PCCകളിലേക്ക് പോകും. അവരൊരു ലിസ്റ്റ് തയ്യാറാക്കും. ചിലപ്പോൾ ഒരു മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒന്നിലേറെ പേരടങ്ങുന്ന ഒരു പാനല് അത് കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുക. പാർലമെന്ററി ബോർഡും ഒക്കെ ചേർന്നാണ് തീരുമാനിക്കുക. അതിന് സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. DCCക്ക് കൂടുതൽ അധികാരങ്ങൾ കൈവരുന്നു. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രവർത്തന രീതിയെ തന്നെ വലിയ തോതിൽ മാറ്റാൻ പോവുകയാണ് എന്ന് പറയേണ്ടി വരും. നിസ്സാരമായ ഒരു തീരുമാനമല്ല. ഇപ്പോഴത്തെ ഈ പാർട്ടിക്കുള്ളിലെ വിവിധ തലങ്ങൾ തമ്മിലുള്ള ബലാബലം, അധികാരത്തിന്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെ ബലാബലത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അതിലേറ്റവും പ്രധാനം ഇത് തന്നെയാണ്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് DCC പ്രസിഡന്റുമാർക്ക് അല്ലെങ്കിൽ DCCകൾക്ക് നൽകിയിരിക്കുന്ന അധികാരം. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു യോഗം ഇതുപോലെ വിളിച്ചു കൂട്ടുന്നത്. പക്ഷെ അത് സുപ്രധാനമായ തീരുമാനങ്ങൾ എത്തി എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള അധികാരം അത് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം. ചിലപ്പോൾ ഈ ഒരു അധികാരം DCCകൾക്ക് നൽകുമ്പോൾ ഭരണഘടനയിൽ തന്നെ ചില ഭേദഗതികളെ വരുത്തേണ്ടി വന്നേക്കാം.
സംസ്ഥാന തലത്തിൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. കേന്ദ്രത്തിൽ പാർലമെന്ററി ബോർഡുണ്ട്. അപ്പം ജില്ലയിലും ഒരു ഇലക്ഷൻ കമ്മിറ്റി വേണ്ടി വരുമോ? അതോ DCCക്ക് അല്ലെങ്കിൽ DCC പ്രസിഡന്റിന് ഇത് സംബന്ധിച്ച പൂർണ്ണമായ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മിറ്റി വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യേണ്ടി വന്നേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് DCC ഭാരവാഹികളെയും അതിന് താഴെയുള്ള ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികളെയും നീക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ ആളുകളെ നിയമിക്കുന്നതിന് DCCകൾക്ക് അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട, പറഞ്ഞല്ലോ, പാർട്ടിയുടെ ആഭ്യന്തര പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രങ്ങളില് വലിയ മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ്. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പുള്ള കാലത്ത് ഓരോ തലത്തിലും, വാർഡാണെങ്കിലും മണ്ഡലമാണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും സംസ്ഥാന തലമാണെങ്കിലും അതാത് തലങ്ങളില് തീരുമാനങ്ങൾ എടുത്തു പോവുക എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് ഒരു വിദൂര സ്വപ്നം അല്ലെങ്കിൽ അസാധ്യമായ ഒന്നായി മാറിയതോടെ ഇതൊക്കെ മാറി. ഇപ്പോഴൊരു വാർഡ് കമ്മിറ്റിയെ അല്ലെങ്കിൽ ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റിനെ നിശ്ചയിക്കണമെങ്കിൽ പോലും KPCCയുടെ അനുമതി വേണം എന്നുള്ളൊരു സ്ഥിതിയാണ്. KPCC അതിനകത്ത് ഇടപെടും അല്ലെങ്കിൽ ഇടപെടിയിക്കും. താഴെ തട്ടിലുള്ള നേതാക്കള് ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി KPCC ഇടപെടിയിക്കും. അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി. KPCC അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന്, ഏറ്റവും അവസാനത്തെ പട്ടിക തയ്യാറാക്കുന്നതിന് എത്രമാത്രം ചർച്ചകൾ നടന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. വേണ്ട അടുത്ത കാലത്ത് നടന്നതാണ്. പല തലത്തിലുമുള്ള ചർച്ചകൾക്ക് ശേഷമാണ് കേരളത്തിൽ നിന്നുള്ള KPCC അംഗങ്ങളെ നിശ്ചയിച്ചത്. പണ്ടങ്ങനെയല്ല. പണ്ട് ബ്ലോക്ക് തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പ്രവർത്തകാംഗത്വം 25 അംഗങ്ങളെ ചേർത്ത ആളുകൾക്കുള്ള ഒന്നാണ് പ്രവർത്തകാംഗത്വം. അതുള്ളവർക്കെല്ലാം വോട്ട് ചെയ്യുക. അവരാണ് KPCC പ്രസിഡന്റിനെയൊക്കെ തെരഞ്ഞെടുത്തിരുന്നത്. അതൊക്കെ മാറി. എല്ലാ തലങ്ങളിലും KPCCയുടെ അല്ലെങ്കിൽ PCCയുടെ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇടപെടലുകൾ നിലനിന്നിരുന്നു. ഇപ്പൊ അതൊക്കെ മാറുകയാ. ഇപ്പൊ DCCയിൽ തന്നെ കൂടെയുള്ള ഭാരവാഹികള് വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിയാൽ പ്രസിഡന്റിന് അവരെ മാറ്റാം. വേണമെങ്കിൽ മണ്ഡലം, ബ്ലോക്ക് തരത്തിലുള്ളവരെ മാറ്റാം. ആ തരത്തിലേക്ക് DCCകൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൈവരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ സംഘടനാ സംവിധാനത്തിൽ വേറെയും ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഈ ഡൽഹി സമ്മേളനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, വാർത്താ വിനിമയം, പാർട്ടിക്ക് പറയാനുള്ളത് പ്രവർത്തകരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു സംവിധാനം, അതിനൊക്കെ പ്രത്യേക കമ്മിറ്റികളോ അല്ലെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളോ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നാണ് ഡൽഹി സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് സംസ്ഥാന തലത്തിലുണ്ട്, PCC തലത്തിൽ, അതിന് ജില്ലാ തലത്തിലേക്കും വരികയാണ്. അത് പാർട്ടിയുടെ അധികാര ശ്രേണിയുടെ ഒരു ഭാഗമായിട്ട് മാറാൻ പോവുകയാണ്. മറ്റൊരു പ്രധാന തീരുമാനം, അത് കേരളത്തിൽ എത്രത്തോളം പ്രധാനമാണ് എന്നറിഞ്ഞുകൂടാ. ചിലപ്പോൾ വളരെ പ്രധാനമായിരിക്കും. നമുക്കാർക്കും അത്ര നേരിട്ട് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അതിനകത്തുള്ളത്. അതായത് പാർട്ടിയുടെ സ്വത്തുക്കൾ, പാർട്ടിക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടീസ്, അസറ്റ്സ്, അതിപ്പോ ചില നേതാക്കൾ അടങ്ങുന്ന ട്രസ്റ്റുകളുടെ കൈവശം വെച്ചിരിക്കുക. വാസ്തവത്തിൽ പാർട്ടിയുടെയാണ്, പക്ഷെ ഇപ്പം കരമടയ്ക്കുന്നതും മറ്റും ഈ ട്രസ്റ്റിന്റെ പേരിലാണ്. അത് തിരിച്ചുപിടിക്കാൻ, ട്രസ്റ്റിനെ തിരിച്ചുപിടിച്ച് പാർട്ടിയുടേതാക്കി മാറ്റാൻ, പാർട്ടിയുടെ പേരിൽ ഇനി നികുതി അടയ്ക്കാൻ അതിനുവേണ്ട സംവിധാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തില് അത്തരം ട്രസ്റ്റുകളുടെ കീഴില് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റുകളുടെ ചുമതലയിൽ ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്വത്ത് വകകൾ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അതൊരു പുതിയ പെട്ടി, പണ്ടോറായുടെ പെട്ടി തുറക്കുന്നതിന് തുല്യമായിട്ട് മാറും. ഇതൊക്കെ കാലാകാലങ്ങളിലായിട്ട് ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുക്കളാ. അതൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇത് നേരത്തെ കോൺഗ്രസ് പാർട്ടി എടുത്ത മറ്റൊരു തീരുമാനത്തിന്റെ ചുവട് പിടിച്ചുള്ളതാണ്. നേരത്തെ ഈ പാർട്ടിയിലെ പല തലത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടായപ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്വത്തുവകകളുണ്ട്. അതായത് ഡൽഹിയിലെ ജന്തർ മന്ദർ റോഡില്, നമ്മുടെ കേരള ഹൗസിന് തൊട്ടടുത്ത് നേരത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമായിരുന്ന മന്ദിരം ഇപ്പോഴത് പാർട്ടിയുടെ പലതരത്തിലുള്ള പിളർപ്പിനെ തുടർന്ന് JDUവിന്റെ കൈവശമാണ്. അത് തിരിച്ചു പിടിക്കണമെന്നൊരു ആവശ്യം വന്നിട്ടുണ്ട്. അതുപോലെയാണ് സ്വന്തം പാർട്ടി നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റുകളുടെ കീഴിലുള്ള സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ എത്രത്തോളം കേരളത്തിൽ അത് പ്രസക്തമാണ് എന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പ്രസക്തമാകും. ആ വഴിക്കുള്ള ആലോചനകളും ചർച്ചകളും നടക്കുമ്പോഴായിരിക്കും ആ വിഷയത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ DCCകൾക്ക് 5 വർഷത്തെ കാലാവധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 3 വർഷം DCC പ്രസിഡന്റുമാർ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവരികയാണ്.
3 വർഷത്തിന് ശേഷം ആവാം. ആദ്യത്തെ 3 വർഷം പാർട്ടി പ്രവർത്തനത്തിനായി, ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനായി മാറ്റിവെക്കണം. അതിപ്പോ ഈ ഗുജറാത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോവുകയാണ്. ഡൽഹി യോഗത്തിൽ മല്ലികാർജുന ഖാർഗെ പ്രഖ്യാപിച്ച ഈ തീരുമാനങ്ങൾ അങ്ങേറ്റം സ്വാഗതാർഹമായി വിലയിരുത്തേണ്ടതുണ്ട്. അതായത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതടക്കം, ഭാരവാഹികളെ തീരുമാനിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ PCC അവരുടെ ഒരു അട്ടിപ്പേറായിട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ജില്ലകൾക്ക് അതിലൊരു പങ്ക് കിട്ടുന്നു എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പങ്ക്, പ്രാമാണികമായ പങ്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. പക്ഷെ ഇതിന് ചില വെല്ലുവിളികളുമുണ്ട്. ഇപ്പൊ DCCക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുമ്പോൾ PCCയിൽ നിന്നുള്ള, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നുള്ള വലിയ സമ്മർദ്ദങ്ങൾക്ക് അവർ വശംവദരാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഞാനിരിക്കുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയെ ശുപാർശ ചെയ്യുന്ന കാര്യത്തിൽ DCCക്ക് KPCCയുടെ സമ്മർദ്ദം കൂടാതെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇത് കോൺഗ്രസ് ആണെന്ന് ആലോചിക്കണം. PCC തലത്തിൽ പോലും സമവായം കൊണ്ടുവരാൻ പറ്റാത്ത, അല്ലെങ്കിൽ സമവായത്തിൽ എത്താൻ പറ്റാത്ത ഒരു പാർട്ടിയാണ്. അപ്പൊ എങ്ങനെ ജില്ലാ തലത്തിൽ ഇത് പ്രായോഗികമാക്കും? തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്ന് പറയുന്ന ആള് ഈ യോഗത്തിൽ തന്നെ ആ പ്രശ്നം, ഈ മുകളിൽ നിന്നുണ്ടാകാവുന്ന സമ്മർദ്ദത്തെ കുറിച്ചുള്ള പ്രശ്നം അവിടെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഈ തീരുമാനം അനുസരിച്ച് DCC ചെയ്യേണ്ട നിശ്ചയങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അവര് തന്നെ എടുക്കണം, അതിന് മാറ്റമില്ല. ജില്ലാ തലത്തിലുള്ള തലമുതിർന്ന നേതാക്കളുമായിട്ട് ആലോചിച്ച് DCC പ്രസിഡന്റ് അല്ലെങ്കിൽ DCC തന്നെ ആ തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കണ്ട് അറിയേണ്ടതുണ്ട്. ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഗ്രൂപ്പ് കളികൾ ഒഴിവാക്കിയിട്ട് മിടുക്കന്മാരെ നിശ്ചയിക്കണം. ഈ ഗ്രൂപ്പ് കളി എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇനി കേരളത്തിലാണെങ്കിൽ IA ഗ്രൂപ്പുകൾ, അവരാണ് ഇവിടെ പ്രബലമായിട്ടുണ്ടായിരുന്നത്. ആ ഗ്രൂപ്പുകൾ ഇപ്പോൾ വാസ്തവത്തിൽ നിശ്ചലമാണ്. കാര്യമായ തോതിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഗ്രൂപ്പുണ്ട്, 1, 2, 3 അല്ല, നിരവധി ഗ്രൂപ്പുകൾ. ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെ അവസ്ഥ. ഒരു നേതാവ് പല ഗ്രൂപ്പുകളിൽ അംഗമാണ് എന്ന് പറയുന്ന നേതാവ് പല നേതാക്കന്മാരുടെ കീഴിലുള്ള ഗ്രൂപ്പുകളിൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അപ്പൊ ഏത് ഗ്രൂപ്പിന് അതീതമായിട്ട്, ഗ്രൂപ്പ് വഴക്ക് കൂടാതെ, ഗ്രൂപ്പ് കളിക്ക് പോകാതെ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പറ്റുക? ആ ചോദ്യം ഇപ്പോഴ് ഈ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, DCCകൾക്ക് ഈ തോതിലുള്ള വലിയ അധികാരങ്ങൾ ലഭിക്കുമ്പോൾ, ഇത് ഈ അടുത്ത കാലത്തൊന്നും ആർക്കും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമല്ല. പുതിയ തലമുറ നേതാക്കൾക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും DCCയിലെയും താഴെത്തട്ടിലുമുള്ള ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിലും അവരെ മാറ്റുന്നതിലും DCCക്ക് ഉള്ള അധികാരം ഇതൊന്നും നേരത്തെ അടുത്ത കാലത്തൊന്നും അനുഭവിച്ചിട്ടുള്ളതല്ല. അപ്പോ അപ്രതീക്ഷിതമായ രീതിയിലെ പുതിയ അധികാരങ്ങൾ കൈകളിലേക്ക് വരുമ്പോൾ അത് അവരുടെ തലയ്ക്ക് പിടിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. DCC പുതിയ അധികാര കേന്ദ്രങ്ങളായിട്ട് മാറുമോ? ഭാവിയിൽ DCCയും KPCCയും തമ്മിലുള്ള സംഘർഷത്തിന് ഈ അധികാരങ്ങൾ, പുതിയ അധികാരങ്ങൾ കാരണമാവുമോ? അതും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആശാമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുക. കോൺഗ്രസ് അതിന് പൂർണ്ണ പിന്തുണ, യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ്, മറ്റെല്ലാ കോൺഗ്രസിന്റെ പോഷക സംഘടനകളും അതിന് വലിയ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് സർക്കാരിനെതിരായിട്ടുള്ള വളരെ ഫലപ്രദമായ ഒരു സമര രീതിയായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന INTUC വിസ്മയകരമെന്ന് പറയട്ടെ, ഈ സമരത്തിനെതിരാ. ഈ സമരത്തെ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന CITUവിനൊപ്പമാണ് INTUC. കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയാണോ എന്ന കാര്യത്തിലൊക്കെ കുറെ തർക്കങ്ങളുണ്ട്. ആദ്യമൊക്കെ INTUCക്കാരെ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പോഷക സംഘടനയൊന്നുമല്ല, ഞങ്ങള് സ്വതന്ത്രന്മാരാണെന്നൊക്കെയാ. ചരിത്രമൊന്നുമല്ല. നെഹ്റു ഒക്കെ കൂടെ ചേർന്നാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് AITC ഉണ്ടാക്കിയത്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിടിയിലായപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചേർന്ന് രൂപം കൊടുത്തതാണ് INTUC. എങ്ങനെ അങ്ങ് സ്വതന്ത്ര സംഘടനയാകുന്നത്? ഇനി അത് സ്വതന്ത്ര സംഘടനയാണെന്ന് വയ്ക്കുക. നിലവിലെ LDFന്റെ സർക്കാരിനെതിരായിട്ട് വളരെ ഫലപ്രദമായ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ജനപിന്തുണ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ലഭിച്ച ഒരു സമരം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലൊരു സമരമാണ്. എഴുത്തുകാരും ചിന്തകരും ബുദ്ധിജീവികളും രാഷ്ട്രീയമില്ലാത്ത സംഘടനകളും ഒക്കെ ഈ സമരത്തെ അനുകൂലിച്ച് രംഗത്ത് വരിക, പരസ്യമായിട്ട് തന്നെ രംഗത്ത് വരിക.
ആ സമയത്താണ് കോൺഗ്രസിനൊപ്പം, കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം നിൽക്കേണ്ട INTUC, CPM-നൊപ്പം, LDF-നൊപ്പം, CIT-നൊപ്പം നിൽക്കുന്ന ലജ്ജാകരമായ ഒരു അവസ്ഥ നമ്മളിവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? INTUCയുടെ യജമാനന്മാരിരിക്കുന്നത് ഇന്ദിരാഭവനിലാണോ? അല്ലെ INTUCയെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണോ, കോൺഗ്രസ് സംവിധാനമാണോ? അതോ അവരുടെ യജമാനന്മാർ ക്ലിഫ് ഹൗസിലും AKG സെന്ററിലുമാണോ? നേരത്തെ ഇത് സംബന്ധിച്ച് ഒത്തിരി ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അതിന്റെ പിന്നിൽ ധാരാളം കഥകളുണ്ട്. INTUC പ്രസിഡന്റ് പ്രതിയായ ഒരു കേസ് അതിനെ പ്രോസിക്യൂഷന് അനുമതി നൽകുന്നത് പോലെയൊക്കെയുള്ള സംഭവങ്ങൾ, അതൊന്നും ഞാനിവിടെ അതിനൊരു കാരണമായിട്ട് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. INTUCയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് INTUC ആണോ, കോൺഗ്രസ് ആണോ, അതോ പിണറായി വിജയനാണോ, MV ഗോവിന്ദനാണോ എന്നൊരു സംശയം ഇപ്പോൾ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സമരത്തെ പിന്താങ്ങിയില്ലെങ്കിലും എതിർക്കുകയെങ്കിലും ചെയ്യാതിരിക്കണമെന്ന് KPCC നേതൃത്വം INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരനോട് ആവശ്യപ്പെട്ടിരിക്കുക, അഭ്യർത്ഥിച്ചിരിക്കുക, അപേക്ഷിച്ചിരിക്കുക. ഞങ്ങൾ വിമർശിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്നൊരു നിലപാടിലാണ് INTUC. ഇവർക്ക് ഈ ധൈര്യം എവിടുന്നാണ് ലഭിച്ചത്? INTUCക്ക് ഈ ധൈര്യം എവിടുന്ന് ലഭിച്ചു എന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഒരു നടപടി INTUCക്കെതിരെ എടുക്കാൻ സാധിക്കുന്നില്ല? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഡൽഹി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച തീരുമാനങ്ങളൊക്കെ നന്ന്, കൂടുതൽ ജനാധിപത്യപരമാണത്. അധികാരം താഴെ തട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കുന്നതിന്റെ ഒന്നാം തരം ഒരു രീതിയാണ്. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ നാളെ ഈ DCCകള് KPCCയെ വെല്ലുവിളിക്കുന്ന അധികാര കേന്ദ്രങ്ങളായി മാറരുത്. ഇവിടെ PCC നേതൃത്വത്തിന് പ്രത്യേക ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ DCCകൾക്ക് നൽകിയിരിക്കുന്ന പുതിയ അധികാരങ്ങൾ അനുഭവിക്കാൻ അവരെ അനുവദിക്കുന്നതിനോടൊപ്പം DCCയും കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന നിലയിൽ അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടു പോകാൻ എടുക്കുന്ന തീരുമാനങ്ങൾ DCC തലത്തിലും KPCC തലത്തിലും ഉണ്ടാവുന്ന നിശ്ചയങ്ങൾ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണമെന്ന് ഉറപ്പാക്കാൻ PCCയുടെ നേതൃത്വത്തിന് കഴിയണം.